ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇപ്പം നമ്മളിതാ ഈ ഒരു വയലൊക്കെയുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. വയൽ എന്നല്ലേ പറയുന്നത്, പാടം, വലിയ പാടം. ഹലോ ഹായ് മുത്തുമണികളെ, നമ്മളങ്ങനെ ഇന്നും വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മളിതാ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാടത്ത് വന്നിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമാണ്, പക്ഷേ നല്ലൊരു ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കൂട്ടുകാരോട് തന്നെ ഈ സമയത്ത് തന്നെ പോയിട്ട് നമുക്ക് റീൽസ് പിടിക്കാം. അപ്പോൾ നോക്കി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കണ്ടിന്യൂസ് റീൽസ് ഇടണമല്ലോ. അപ്പോൾ നമ്മൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിർത്തു. പല ആൾക്കാരും ഇവിടെയുള്ള റീൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇതൊരു സൈഡിൽ മൊത്തം വലിയൊരു പാടമാണ്, മറു സൈഡിൽ എന്താ പറയുക, വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മരം. അതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് അയ്യപ്പൻ്റെ ഫോട്ടോയും അതുപോലെ ഗണപതിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ആരാധനയുണ്ട്. ഇവിടെ ആരാധന വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വഴിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം ഇത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഡ്രസ്സൊക്കെ കൊണ്ടാണ് നമ്മൾ വന്നത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്രത്തോളം അത് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതാ ആദ്യം തന്നെ നമ്മൾ റീൽസിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ അവൻ്റെ കുറേ കുന്തളിപ്പ്, ഇതാണ് ഞാൻ പറഞ്ഞില്ല, വലിയ പാടമാണ്. അവൻ്റെ പുറകെ കാണുന്നില്ലേ, വലിയ പാടമാണ്. പിന്നെ ആദ്യം അവൻ്റെ കുന്തളിപ്പ് കുറേ ഷൂട്ടിങ്, അവൻ്റെ കാറിലുള്ള കുറേ സ്ലോ മോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുതായിട്ടൊരു മഴക്കോളുണ്ട്, പക്ഷേ കുഴപ്പമില്ല, മഴ പെയ്യുന്നൊന്നുമില്ല, നല്ല തണുത്ത കാറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യം തന്നെ അവൻ്റെ കുറേ റീൽസ് എടുത്തു. അവൻ എവിടെ പോയാലും ആദ്യം അവൻ്റെ റീൽസ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവൻ്റെ കുറേ റീൽസ് എടുത്തു. അവനും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അനിൽ ചാങ്ങിയത്ത് വ്ളോഗ്സ് എന്നാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതും എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവൻ്റെ കുറേ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ കുന്തളിപ്പിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. കുറേ അധികം സമയം എടുത്തു. നല്ല നല്ല ഷോർട്സ് കിട്ടാൻ വേണ്ടി കുറേ അധികം സമയം എടുക്കും. നിങ്ങളായിരിക്കും വളരെ സിമ്പിളായിരിക്കും ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കും. ഇത് കാണുന്നവർ നിങ്ങൾക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ഒക്കെ കാണത്തുള്ളൂ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നല്ല എഫേർട്ടുണ്ട്. ചിലപ്പോൾ പൊരി വെയിലത്തൊക്കെ നിന്നിട്ടായിരിക്കും നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ചില പല ടേക്കുകൾ പോവും, ഒരുപാട് സമയം എടുക്കും. ചില്ലറ പണിയല്ല ഇത് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പിന്നെ വളരെ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ട്, 1-2 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കണ്ടവരാണെങ്കിൽ, റീൽസ് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ കയറി നമുക്ക് തൊഴാമെന്ന് പറഞ്ഞു, കാരണം അവിടെ നല്ലൊരു ശക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് തൊഴുതു. അങ്ങനെ അവൻ്റെ കുന്തളിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത എൻ്റെ കുന്തളിപ്പിലോട്ട് കടന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസെല്ലാം, റീൽസിലെ സകല വീഡിയോസും എടുക്കുന്നത് ഒരു 99% വീഡിയോസ് എടുക്കുന്ന ഇവൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ തനിയെ എവിടെയെങ്കിലും ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഭൂരിപക്ഷം എൻ്റെ റീൽസും എടുത്തിരിക്കുന്ന ഇവൻ തന്നെയാണ്. പിന്നെ ഒരുപാട് മുമ്പ് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സ്വയമേ ഒരു സ്റ്റാൻഡ് വെച്ചെടുത്താണ്. ഇതാ അവൻ്റെ കുന്തളിപ്പ് കഴിഞ്ഞ് ഇതാ എൻ്റെ കുന്തളിപ്പാണ്. ഞാനും എൻ്റെ ഒരു ഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനാണ് റീൽസ് മൊത്തം എടുക്കുന്നത്. അവനെടുക്കുന്ന പോലെ ഇരിക്കും റീൽസിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇതാ അടിപൊളി വ്യൂ ആണല്ലേ, നല്ല സൂപ്പറാണ്. വീഡിയോ കാണാൻ ഒരു രക്ഷയില്ല, നേരിട്ട് കാണാൻ ഇതുപോലെ തന്നെയാണ്. ഞാൻ നൈറ്റ് ഇവിടെ വന്നൊക്കെ ചില ദിവസങ്ങളിൽ വന്നൊക്കെ ഇരിക്കാറുണ്ട്. വിഷമം വരുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരും, ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റടിച്ച് നല്ല സൂപ്പറായിരിക്കും, ഒരു രക്ഷയില്ല. ഒരു ദിവസം ഞാൻ വൈകുന്നേരം വന്നിട്ട് ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പകൽ ഞാൻ എത്രത്തോളം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പകലാണെങ്കിലും ഇപ്പം ഒരു ചെറിയൊരു മയക്കോളുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു റീൽസാണ് ഇന്നത്തെ ഈ ഒരു റീൽസ്. കാരണം അത്ര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വന്ന സമയത്ത് ചെറിയൊരു വെയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ അങ്ങ് മങ്ങി. ഇനി അറിയില്ല മഴ പെയ്യോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മളിതാ ഓരോ കുന്തളിപ്പായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലേ, നിങ്ങളെല്ലാവരും ഇൻസ്റ്റയിലും കയറി സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റയിൽ ആദിത്യ കെ എന്നാണ് എൻ്റെ ഇൻസ്റ്റാ ID. ഓൾറെഡി എനിക്കൊരു ഇൻസ്റ്റാ ID ഉണ്ടായിരുന്നു, അത് ഹാക്കഡായിപ്പോയി. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. 29 ഫോളോവേഴ്സേ ഉള്ളൂ. ഫോളോവേഴ്സ് വളരെ കുറവാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരിൽ കുറേ ഫോളോവേഴ്സിൽ ഇഷ്ടം പോലെ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം എൻ്റെ ഒരു ID കയറിയിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം ID യുടെ പേര് ആദിത്യ കെ എന്നാണ്. നിങ്ങൾ കണ്ടോ,
ഭയങ്കര ബ്യൂട്ടിഫുൾ. ഈ പത്തനംതിട്ട ഒരു പ്രത്യേകതയാണ്, എവിടെ പോയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ കാര്യങ്ങളാണ്. ക്യാമറയെ പകർത്താനുള്ള കാര്യങ്ങൾ മാത്രമേ ഈ പത്തനംതിട്ട ജില്ലയിലുള്ളൂ. അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് എവിടെ നോക്കിയാലും. പച്ചപ്പും ഹരിതാവും സിനിമയൊക്കെ പറയുന്ന പോലെ. അങ്ങനെ കൂട്ടാനുള്ള റീൽസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ റീൽസ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോരിച്ചൊരിക്കുന്ന മഴ. ഒരു രീതിയിലും പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ നനഞ്ഞു, എൻ്റെ മുണ്ടെല്ലാം ഫുള്ള് നനഞ്ഞു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ സൂപ്പർ മഴ, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. പിന്നെന്താ, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല അടിപൊളിയാണ് ഇവിടെ, നല്ല സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നമ്മളൊരു ഊട്ടിയിലൊക്കെ പോയാൽ എങ്ങനെയായിരിക്കും ഫീല്, അതേ ഒരു ഫീലായിരുന്നു ഇന്നെനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. കണ്ടോ, മഴയായിട്ട് നല്ല തണുപ്പ്. പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത്. എനിക്കൊന്ന് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് പത്തനംതിട്ട ജില്ലയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ പലപ്പോഴും മഴയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നല്ല മഴയായിരിക്കും. വേനൽക്കാലം എന്ന് പോലും നമുക്ക് തോന്നത്തില്ല, ആ രീതിയിലുള്ള മഴയായിരിക്കും. ഞാനിങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാനിവിടെ ഏകദേശം ഒരു 4-4.5 വർഷത്തോളമായി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ താമസമായിട്ട്. ഞാൻ വർക്കല താമസിച്ചിട്ടുണ്ട്, ആലപ്പുഴ താമസിച്ചിട്ടുണ്ട്, കോട്ടയം താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ഞാൻ കണ്ടിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴയായിരിക്കും. അതൊരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് മഴ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വെയിലിനേക്കാൾ കൂടുതൽ മഴയാണ് ഭയങ്കര ഇഷ്ടം. മഴയത്ത് നനയാനും എവിടെയെങ്കിലുമൊക്കെ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഇങ്ങനെ മഴ പെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും തണുത്ത് വിറച്ചിരുന്നു. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞിരുന്നു, അവൻ്റെയും ഡ്രസ്സ് കുറേ നനഞ്ഞിരുന്നു. കാരണം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ മഴ പെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ ഒരു കടയിലോട്ട് വിട്ടു, ഒന്നും നോക്കിയില്ല. അവിടുന്ന് 5-6 പഴംപൊരിയും പരിപ്പ് വടയൊക്കെ ഒറ്റയടിക്ക് കയറ്റി 2 ചായ കുടിച്ചു. സാധാരണ ഒരു ചായയല്ല കുടിക്കുന്നത്, നമ്മൾ 2 ചായ കുടിച്ചു. കാരണം അത്രമാത്രം ശരീരം തണുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ഊട്ടിയിലൊക്കെ പോയ അതേ ഒരു ഫീലും അതേ രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ. വണ്ടി വരുന്നു, ആ സൈഡ് ഓക്കെ ആണോ? ഈ സൈഡ് ഓക്കെ അല്ല, വണ്ടി വരുന്നു. ആ ഈ സൈഡ് ഓക്കെ, ക്ലിയർ, പോട്ടെ, ഓക്കെ അല്ലേ? ആ അവിടെ എടുത്തോ, ഒന്നും കാണാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ മഴയൊന്ന് തോരാൻ വേണ്ടി നമ്മൾ ഒരു സൈഡിൽ കുറച്ച് നേരം കാർ നിർത്തിയിട്ടു. കാരണം ഫ്രണ്ടിലുള്ള വണ്ടി ഒന്നും വരുന്നത് നമുക്ക് കാണാൻ മേല, അമ്മാതിരി മഴയും മഞ്ഞും ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് വണ്ടി കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടു. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്, മഴയുണ്ടോ, എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ മഴയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം നമ്മുടെ നാടും മഴയും. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ വേണം നമ്മൾ ചക്ക പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത്, മീൻകറിയൊക്കെ കൂട്ടി കുഴച്ചടിക്കാൻ വേണ്ടിയിട്ട്. ഇനി വീട്ടിലെത്തിയിട്ട് തോരെ പണി കിടക്കുക, ഒരുപാട് പണി. കാരണം മഴ പെയ്തുകൊണ്ട്, മഴ പെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം വേഗം വീടിൻ്റെ പരിസരമൊക്കെ വൃത്തികേടാവും. അപ്പം വീട്ടിൽ പോയിട്ട് വേണം ഇനി ബാക്കി പണിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. രാത്രിത്തേക്കുള്ള ആഹാരം സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് അധികം പരിപാടികളുണ്ട്. അത് വീട്ടിൽ പോയിട്ട് വേണം ഇനി ചെയ്യാൻ വേണ്ടിയിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ ചെന്നപാട് പുതച്ചു മൂടി കിടന്നുറങ്ങാൻ തോന്നും. കാരണം രാവിലെ നമ്മൾ ജോലിക്ക് പോവുകയാണല്ലോ, അപ്പം തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഫുള്ള് ക്ഷീണമായിട്ടാണ് കയറി ചെല്ലുന്നത്. ഇതിൻ്റെയൊക്കെ ഇടക്കാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും, കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ടും ഞാൻ വരുന്നതായിരിക്കും. നാട്ടിൻപുറത്തെ വിശേഷങ്ങളായിരിക്കും പൊതുവേ എൻ്റെ വീഡിയോസിൽ വരുന്നത്. ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. അപ്പം നാട്ടിൻപുറത്തെ വിശേഷങ്ങളായിരിക്കും. ഈ പത്തനംതിട്ട ജില്ലയിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും കുഞ്ഞു വിശേഷങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഇനിയും ഒരുപാട് വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സപ്പോർട്ട്. അടുത്ത വീഡിയോ എല്ലാവർക്കും ലവ് യു, ടാറ്റാ, ബൈ, അപ്ലും.